ഹായ് ഡിയേഴ്സ്, ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി പെപ്പറോമിയ പ്ലാന്റ്സ് നമ്മുടെ വീഡിയോയിലൂടെയും അല്ലാതെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടും വളർത്തിയിട്ടും ഒക്കെ ഉണ്ടാവും. ഇൻഡോറിൽ വെച്ച് അധികം കെയറിങ് ഒന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പെപ്പറോമിയ പ്ലാന്റ്. ഇത് നമുക്ക് ഔട്ട്ഡോറിൽ നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് വളർത്താവുന്നതാണ്. ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും നല്ല പ്രകാശം തട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ഈ പ്ലാന്റ് വയ്ക്കാൻ. നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പെപ്പറോമിയ പ്ലാന്റ്സ് ഉണ്ട്. പെപ്പറോമിയയുടെ തന്നെ കോംബോ ഓഫറൊക്കെ ഉണ്ട്. പീജിയൻ പെപ്പറോമിയൻ്റെ ഒക്കെ എല്ലാ വെറൈറ്റീസും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ ഒത്തിരി വെറൈറ്റി പെപ്പറോമിയാസ് നമ്മൾ തന്നെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോസിലൊന്നും ഉൾപ്പെടാത്ത പുതിയ 2 വെറൈറ്റി പെപ്പറോമിയ പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 2 പെപ്പറോമിയയിൽ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന പെപ്പറോമിയാണ്. നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൽ വരുന്നത്. കുറേ പെപ്പറോമിയാസ് മിക്സ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് വേറെ കളേഴ്സൊക്കെ കാണുന്നത്. ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു പെപ്പറോമിയാണ്. ഇത് കയ്യിലുള്ളവർ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നമ്മൾ സാധാരണ പെപ്പറോമിയ കെയർ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ കെയർ ചെയ്യാം. ഒരുപാട് നനവ് വേണ്ട, ഒത്തിരി വളങ്ങൾ വേണ്ട. നമുക്ക് ഇൻഡോറിൽ വെച്ചിട്ട് നന്നായിട്ട് വളർത്താം, അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ നല്ല ഷെയ്ഡിൽ പ്രകാശം തട്ടുന്ന ഏരിയയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇനി അടുത്തൊരു വെറൈറ്റി പെപ്പറോമിയ എന്ന് പറയുന്നത് നമ്മൾ ഹാങ്ങിങ് ടൈപ്പിലുള്ള ഒരു പെപ്പറോമിയ കണ്ടിട്ടുണ്ട് അല്ലേ. അതിൻ്റെ തന്നെ ഏകദേശം പീജിയൻ പെപ്പറോമിയയുടെ ലീഫൊക്കെ പോലെ തന്നെ തോന്നുന്ന ഒരു വെറൈറ്റി പെപ്പറോമിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫും ആ ലൈൻസൊക്കെ കാണാൻ. നമ്മുടെ വാട്ടർമെലൺ പെപ്പറോമിയയുടെ ലീഫൊക്കെ ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലൈൻസൊക്കെ ആ ലീഫിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണിത്. ഇതിൻ്റെ ലീഫിൽ ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ വരുന്നില്ല, കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഈ ലീഫൊക്കെ കണ്ടില്ലേ, ഇതുപോലെ നല്ല സൈസ് ഉണ്ടാവും അതിൻ്റെ ലീഫിന്. കുറച്ചും കൂടി ഗ്രോത്ത് ആയി വരുമ്പോഴേക്കും ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നതും. പെപ്പറോമിയ പ്ലാന്റ്സ് ഒക്കെ ആദ്യമായിട്ട് വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള കോംബോ ഓഫറുകളൊക്കെ ഉണ്ട്. വാട്ടർമെലൺ പെപ്പറോമിയ, അതുപോലെ തന്നെ പീജിയൻ പെപ്പറോമിയയുടെ വെറൈറ്റീസ്, മിനി പെപ്പറോമിയ, മില്യൺ പെപ്പറോമിയ, അങ്ങനെ കുറേ പെപ്പറോമിയാസ് നമ്മൾ ആ കോംബോ ഓഫറിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്ലസ് ഈ 2 പ്ലാന്റ്സും കൂടി നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇത് 2 പോട്ടിലാണുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പെപ്പറോമിയാസ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് ജിഫി ബാഗിലുള്ളതാണ്. ഏത് വെറൈറ്റീസ് ആണെങ്കിലും നമുക്ക് നല്ലൊരു മിക്സിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ പെപ്പറോമിയാസൊക്കെ കുറച്ച് ചാണകപ്പൊടി, വളരെ കുറച്ച് ചാണകപ്പൊടി ചേർത്തിട്ടുള്ള മണ്ണിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കിനി ഇത് കിട്ടുമ്പം വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, ചാണകപ്പൊടി, അല്ലെങ്കിൽ കമ്പോസ്റ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെർട്ടിലൈസേഴ്സ്, നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, ബസാക്കോട്ട് പോലുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ച് മിക്സ് ഉണ്ടാക്കി അതിലേക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. മിക്സിൻ്റെ മുകളിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകണം. അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ ടോപ്പിൽ സെമി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നനവ് കൊടുക്കാൻ പാടുള്ളൂ. അത് ചെറിയ രീതിയിലുള്ള നനവ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പെപ്പറോമിയ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വളങ്ങളൊക്കെ വല്ലപ്പോഴും മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്കൊരു 3 മാസമൊക്കെ കൂടുന്ന സമയത്ത് മാത്രം ചെറിയ രീതിയിൽ ഫെർട്ടിലൈസേഴ്സൊക്കെ ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ പെപ്പറോമിയ പ്ലാന്റ്സിൻ്റെ പുതിയ വെറൈറ്റീസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പെപ്പറോമിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ലീഫ് വെച്ചിട്ടും ചോട്ടിൽ വരുന്ന തൈകൾ പറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ലീഫ് ഫുള്ളായിട്ട് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ആ സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ ലീഫ് മാത്രമായിട്ട്, അതായത് തണ്ടൊന്നുമില്ലാതെ ലീഫ് മണ്ണിലേക്ക് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ലീഫിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു നേഴ്സ് വരുന്ന ഭാഗത്ത് നല്ല തൈകളുണ്ടാവും. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു തുമ്പ് കിട്ടിയാലും മതി കേട്ടോ. പിന്നെ ആദ്യമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവർ മണലിൽ വെച്ചിട്ട് മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തൈകളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് കാണണമെങ്കിലും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ആ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ നമുക്ക് ഈ പ്ലാന്റ് മാത്രമല്ല ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സൊക്കെ ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.